ഹലോ ഗായ്സ്, വെൽക്കം ടു വർക്കല. അയ്യോ പോയി എൻ്റെ തലയിടിക്കുന്ന വിഷയമാണ് കാണുന്നത്. അപ്പം നമ്മുടെ ഒരു സെക്കൻഡ് ഡേ ആണ് വർക്കല. തലേ ദിവസം ഞങ്ങൾക്ക് രാത്രി വന്നിട്ട് ഞങ്ങൾക്ക് വലിയ ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ഞങ്ങളെല്ലാവരും നല്ല ടയേർഡും ആയിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു രാവിലെ ഏർലി മോർണിംഗ് വരാമെന്ന് വിചാരിച്ചു. ഏർലി മോർണിംഗ് എന്ന് പറഞ്ഞാൽ 8 മണി അല്ല ഇല്ല കേട്ടോ, 6:30 ഇറങ്ങി ഞങ്ങൾ 7 മണിയായപ്പോഴേക്കും ബീച്ച് അങ്ങനെ ഒരു ടൈമാണ് അറേഞ്ച് ചെയ്തത്. എന്നിട്ട് പിന്നെ ഞങ്ങൾ ഇപ്പം ഞാനും എല്ലാവരും കൂടി നടക്കുകയാണ്. ഞങ്ങളെല്ലാവരും കൂടി ഇവളവിടുന്ന് തോളിൽ കയറി കേട്ടോ, എനിക്ക് നടക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞാൽ ആദ്യം ഒരുങ്ങി ഇറങ്ങിയതാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ നടക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൾ ഒക്കത്ത് കയറി ഓടുന്നു. ഇവളൊരു മിനിറ്റ് കിട്ടി ഒന്ന് കൈ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം കടലിലേക്ക് ഓടും. ആ ഒരു ടൈപ്പാണ്. ഇവളുമാർ ചുമ്മാ ഇവള് വട്ടാക്കാതെ അങ്ങനെ കുറേ നേരം കടലിലിങ്ങനെ എൻജോയ് ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചൊരു റീലെടുക്കാമെന്ന് വിചാരിച്ചു. ഇത് ഇൻസ്റ്റ കണ്ട ഒരു റീലാണ്. ഞങ്ങൾ കുറേ ട്രൈ ചെയ്തു. ഇങ്ങനെ ഈ ഒരു റീലെടുത്താണ് ഒരുപാട് സമയം പോയത്. കണ്ട ഗാവിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ചെറിയ സാധനം കണ്ടോ, അതാ ക്യാമറ കേട്ടോ. പിള്ളേരുടെ കൂടെ കുറച്ച് നേരം മണ്ണിലൊക്കെ വാരി കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഇത്രയും രാവിലെ ഏർലി മോർണിംഗ് കേട്ടോ, 7 മണി 7:30 സമയമാണെന്ന് തോന്നുന്നു. എത്ര ആയിട്ടും നല്ല ആൾക്കാരൊക്കെ ഉണ്ടായി. എനിക്ക് തോന്നുന്നു ആർക്കും നൈറ്റ് വ്യൂ അത്ര എൻജോയ് ചെയ്യാൻ പറ്റിയില്ല എന്ന് തോന്നുന്നു, ഈവനിങ് ടൈം. അപ്പോൾ എല്ലാവരും പിറ്റേ ദിവസം രാവിലെ വന്ന് എങ്ങനെ തോന്നുന്നു. ഞങ്ങളുടെ റീല് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രാവശ്യം ആരെങ്കിലുമൊക്കെ തെറ്റിക്കും ശരിയാവും. വീണ്ടും റീടേക്ക് എടുക്കുമ്പോൾ ഒരു 10 15 റീടേക്ക് ഇങ്ങനെ പോയിട്ടുണ്ട്. എന്നാലും ശരിയാവില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഞങ്ങളിങ്ങനെ എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ അവസാനം മതി പോവാതെന്ന് പറഞ്ഞിട്ട് പോവാണ്. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് രാവിലെ 10:30 ടിക്കറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ വേഗം റെഡിയാകാൻ പോകാൻ